നമസ്കാരം. മൂവി ബ്രാൻഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ സോഷ്യൽ മീഡിയയിലെ വലിയ കണ്ടന്റ് എന്ന് പറയുന്നത് രേണു സുധിയാണ്. സുധി എന്ന് പറയുന്ന കലാകാരൻ്റെ പേര്, ആ പേര് ഉപയോഗിച്ചുകൊണ്ട് രേണു സോഷ്യൽ മീഡിയയിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ, ആ രീതികൾ, അതൊക്കെ തന്നെയാണ് വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. സുധി മരണപ്പെട്ട് വർഷങ്ങൾ ഇത്രയായിട്ടും ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പേര് വച്ച് വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളും പ്രവർത്തനങ്ങളുമാണ് സോഷ്യൽ മീഡിയയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സുധിയുടെ പേര് ഇത്തരത്തിൽ ഉപയോഗിക്കപ്പെടുമ്പോൾ രണ്ട് തരത്തിലാണ് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടുന്നത്. അതായത് ഒരു വിഷയത്തിൽ തന്നെ നമുക്ക് രണ്ട് തലങ്ങൾ കാണാം, അല്ലെങ്കിൽ ഒരു കാര്യം തന്നെ നമുക്ക് നല്ല രീതിയിലും ചീത്ത രീതിയിലും ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ്. അതിൻ്റെ ഉദാഹരണങ്ങളാണ് യഥാർത്ഥത്തിൽ സുധിയുടെ മകനായിട്ടുള്ള കിച്ചുവും സുധിയുടെ ഭാര്യയായിട്ടുള്ള രേണുവും. രേണു സുധിയുടെ പേര് ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്നത് പോലെ നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ കിച്ചു അതേ പേര് ഉപയോഗിച്ചുകൊണ്ട് അവൻ്റെ നഷ്ടമായിട്ടുള്ള ബാല്യകാലം തിരിച്ചുപിടിക്കാൻ, അവൻ്റെ നഷ്ടമായിട്ടുള്ള സന്തോഷം തിരിച്ചുപിടിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ അച്ഛൻ ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ കിച്ചു പങ്കുവയ്ക്കുന്നത്. അതായത് സുധിയുടെ മകനായ കിച്ചു ഒരു പുതിയ ബ്രാൻഡ് തുടങ്ങുകയാണ്. ഒരു ക്ലോത്തിങ് ബ്രാൻഡാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. തൻ്റെ പുതിയ സംരംഭത്തെക്കുറിച്ചുള്ള വീഡിയോ കിച്ചു തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും വളരെ വലിയൊരു സന്തോഷമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കിച്ചുവിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. നിരവധി ആളുകൾ കിച്ചുവിന് ആശംസ അറിയിക്കുമ്പോൾ അച്ഛൻ്റെ പ്രാർത്ഥനയും കൂടെയുണ്ടാകും മോനെ എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി ആളുകൾ പ്രതികരിക്കുന്നുണ്ട്. അതേസമയം മറുവശത്ത് ഈ പറയുന്ന സുധിയുടെ പേര് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ രേണുവിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. നാട്ടുകാർ പറയുന്നത് പറഞ്ഞോട്ടെ എന്നൊക്കെയാണ് രേണു പറയുന്നത് എങ്കിലും, അല്ലെങ്കിൽ രേണുവിൻ്റെ പണ്ടത്തെ ആ ഒരു പാവഭാവത്തിൽ നിന്ന് മാറി ഇപ്പോൾ നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ധാർഷ്ട്യത്തിലേക്ക് രേണുവിനെ എത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ സുധി എന്നുള്ള ഒരു പേര് പോലും വെറുത്തു പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. ആ മനുഷ്യനെ അറിഞ്ഞോ അറിയാതെയോ അല്ല ഈ ഒരു പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മരണപ്പെട്ടിട്ടും അദ്ദേഹത്തിൻ്റെ പേര് ഇത്തരത്തിൽ മോശമായിട്ടുള്ള രീതിയിലും പ്രചരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. എന്തായാലും കഴിഞ്ഞ ദിവസം സുധിയുടെ പേര് വീണ്ടും ചർച്ചയായത് രേണുവിൻ്റെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. അച്ഛൻ്റെ പിറന്നാൾ വലിയ രീതിയിൽ ആഘോഷിച്ച് കിച്ചു രംഗത്തെത്തിയപ്പോൾ രേണു ആഘോഷിച്ചത് റൊമാൻറ്റിക് പാട്ട് റീക്രിയേറ്റ് ചെയ്യുന്നതിലൂടെയാണ്. പക്ഷേ അതിലും വലിയ രീതിയിൽ രൂക്ഷ വിമർശനങ്ങളാണ് രേണുവിനെതിരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 3 വർഷം മുമ്പാണ് ഒരു കാർ അപകടത്തിൽ താരമായിട്ടുള്ള സുധി മരണപ്പെടുന്നത്. സുധിയുടെ 47ാം പിറന്നാൾ ദിനത്തിൽ കഴിഞ്ഞ ദിവസം ഹൃദയസ്പർശിയായിട്ടുള്ള കുറിപ്പ് പങ്കുവച്ച് മകൻ കിച്ചു രംഗത്തെത്തി. സുധി ജീവിച്ചിരുന്നപ്പോൾ ഒടുവിലായി ആഘോഷിച്ച ജന്മദിനത്തിൻ്റെ വീഡിയോയും ചിത്രങ്ങളും പങ്കുവച്ചായിരുന്നു കിച്ചുവിൻ്റെ ആശംസ. പിറന്നാൾ ആശംസകൾ അച്ഛ, നിങ്ങളിപ്പോഴും എൻ്റെ കൂടെയുണ്ടെന്ന് എനിക്കറിയാമെന്നായിരുന്നു കിച്ചു കുറിച്ചത്. എന്നാൽ സുധിയുടെ ജന്മദിനത്തിൽ കിച്ചു അച്ഛനെ ഈ തരത്തിൽ ഓർത്തപ്പോൾ സുധിയുടെ ഭാര്യ രേണു ഒരു പിറന്നാൾ ആശംസ പോലും പങ്കുവയ്ക്കാതെ സോഷ്യൽ മീഡിയയിൽ റീൽസ് പങ്കുവച്ചത് വിമർശനങ്ങൾക്ക് വഴിവെച്ചു. ഇതിനിടയിൽ രേണു പങ്കുവച്ച റൊമാൻറ്റിക് റീൽസിന് താഴെ വന്ന കമൻറ്റും അതിന് മറ്റൊരു വീഡിയോയിലൂടെ രേണു നൽകിയ മറുപടിയും വൈറലായി. ഇന്ന് സുധിയുടെ ജന്മദിനമാണെന്ന് അറിഞ്ഞില്ലേ, വിഷ് ചെയ്തില്ലേ എന്ന കമൻറ്റിന് ഞാൻ സുധിച്ചേട്ടൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുകയാണ് എന്നായിരുന്നു മറുപടി. കാരണം ഞാനല്ലേ സുധിച്ചേട്ടൻ്റെ നിയമപരമായുള്ള ഒരേയൊരു ഭാര്യ, ഈ ഭൂമിയിലുള്ള ഒരേയൊരു ഭാര്യ, അപ്പോൾ പിന്നെ ഞാൻ ആഘോഷിക്കണ്ടേ? പിന്നെ പിറന്നാൾ ആശംസകൾ അറിയിച്ചിട്ടില്ല. ചേച്ചി ഒരു കാര്യം ചെയ്യൂ, ചേച്ചി നേരിട്ട് ചെന്ന് അങ്ങ് അറിയിച്ചോളൂ എന്ന തരത്തിലായിരുന്നു കമൻറ്റുകൾ. എന്തായാലും കിച്ചു ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ രേണുവിൻ്റെ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം സഹികെട്ട് ഒരു പ്രതികരണം കൂടെ തുറന്നു പടച്ചിലൊക്കെ നടത്തിയിരുന്നു. ഇത്തരത്തിൽ തൻ്റെ ജീവിതം മാറി മറിഞ്ഞ കാലഘട്ടത്തെക്കുറിച്ചും തൻ്റെ ജീവിതത്തിൽ രേണുവിൻ്റെ പങ്കിനെക്കുറിച്ചും ഒക്കെയുള്ള തുറന്നു പറച്ചിലായിരുന്നു നടത്തിയത്. ഇപ്പോൾ രേണു ഈ നൽകിയിരിക്കുന്ന മറുപടി, അതായത് സുധിയെ പിറന്നാൾ വിഷ് ചെയ്തില്ലേ, സുധിയുടെ പേര്
പറഞ്ഞ് പലപ്പോഴും വീഡിയോയും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന രേണുവിനോട് രേണുവിൻ്റെ പിറന്നാൾ ദിനമായിരുന്നില്ലേ വിഷ് ചെയ്തില്ലേ എന്ന് ചോദിച്ച ഒരു ആരാധകരോട് അല്ലെങ്കിൽ ഒരു പ്രേക്ഷകനോട് നിങ്ങൾ പോയി അങ്ങ് പറഞ്ഞേക്കൂ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം പോയി മരിച്ചോളൂ എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത്രമാത്രം ധാർഷ്ട്യത്തിലൂടെ കാര്യങ്ങൾ പോകുമ്പോൾ കിച്ചുവിൻ്റെ തുറന്നു പറച്ചിൽ കൂടെ ശ്രദ്ധേയമാവുകയാണ്. അതായത് ആ കുഞ്ഞിനോട് രേണു കാണിച്ചിരിക്കുന്ന ക്രൂരതകൾ അത് വീണ്ടും ഓർത്തെടുക്കുകയാണ് സോഷ്യൽ മീഡിയ. സുധിയുടെ മകൻ കിച്ചുവിൻ്റെ തുറന്നു പറച്ചിൽ വൈറലായതും ഇപ്പോൾ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾക്കൂടെ വന്നതോടുകൂടെ രേണു സുധിയും കുടുംബവും സംശയത്തിൻ്റെ നിഴലിലാകുന്നു എന്നുള്ളതാണ് വസ്തുത. സോഷ്യൽ മീഡിയ ഒന്നാകെ രേണുവിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. പുതിയ വിവാദത്തിൽ വീണ്ടും പ്രതികരിച്ച് രേണു രംഗത്തെത്തുന്നുണ്ടെങ്കിലും ഉത്തരങ്ങൾ നൽകുന്നതൊന്നും തൃപ്തിയാകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. തനിക്കും ചിലത് പറയാനുണ്ട് എന്ന് പറഞ്ഞു വരുന്നാലും കിച്ചുവിൻ്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ രേണു രംഗത്തെത്തിയത്. ഒരുപാട് പേർ തന്നെ വിളിച്ചു, ഞങ്ങളിട്ട വീഡിയോ കണ്ടിട്ടാണ് വിളിച്ചത്, ഇപ്പോഴും ഞാൻ ദുബായിലായിരുന്നു എന്നാണ് അന്ന് രേണുവിൻ്റെ പ്രതികരണം. ഒരുപാട് നല്ല ആളുകൾ വിളിച്ച് ഓക്കെ അല്ലേ എന്ന് തിരക്കുന്നു. പുതിയതായി വന്ന ഈ പ്രശ്നങ്ങളൊക്കെ കാരണം എന്താണ് എന്ന് ഞാൻ ചിന്തിച്ചു. അപ്പോഴാണ് FBയിൽ ഒരു പോസ്റ്റ് കണ്ടത്. നിരവധി പെണ്ണുങ്ങളെയും ആണുങ്ങളെയും തകർക്കാൻ എത്തുന്ന ഒരു സ്ത്രീ, പ്രത്യേകിച്ച് എന്നെ കരുവാക്കി ടാർഗറ്റ് ചെയ്യുന്ന ഒരു സ്ത്രീ, അവരുടെ പോസ്റ്റാണ് കണ്ടത്. നിങ്ങളിൽ പലരും അത് കണ്ടു കാണും. അത് കണ്ടപ്പോൾ എനിക്ക് ഏകദേശമൊക്കെ കാര്യങ്ങൾ മനസ്സിലായെന്നാണ് രേണു പ്രതികരിച്ചത്. മാനിപ്പുലേറ്റിംഗ് എല്ലാം നന്നായിട്ടുണ്ട്, എനിക്ക് ഒന്നും പറയാനില്ല, എനിക്ക് ആരോടും പിണക്കമില്ല, പരിഭവങ്ങളില്ല, ഞാൻ എല്ലാം ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് ഇവിടെയൊന്നും തീരത്തില്ല. അറിയുന്നവർക്കറിയാം, ഞാനും ഒരുപാട് അനുഭവിച്ചിട്ട് തന്നെയാണ് ഇപ്പോൾ ഇവിടെ വരെ നിൽക്കുന്നത്. ചേട്ടനുള്ളപ്പോഴും മരിച്ചപ്പോഴും എല്ലാം ഇതൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും എൻ്റെ കുറ്റം കാണാനാണ് നേരം. അന്ന് എനിക്ക് 24 വയസ്സേ ഉള്ളൂ. അന്ന് 11 വയസ്സുള്ള കുട്ടിയുടെ അമ്മയായി പൂർണ്ണമായും ഞാൻ മാറിയിരുന്നു. അതിനുശേഷമാണ് ഞാൻ അവരെ സ്വീകരിച്ചത്. അത് ആരും ഓർത്തിട്ടില്ല. ഇന്ന് ഈ നിമിഷം വരെ ഞാൻ അവരെ ഉപദ്രവിച്ചില്ല, അവനെ ഉപദ്രവിച്ചവർ പോലുമുണ്ട് എന്നാണ് രേണു അന്ന് ന്യായീകരണമായിട്ട് പറഞ്ഞത്. കഥകൾ ചേട്ടൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ഇന്നേ വരെ ഒന്നും ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാണ് എന്നെ കുറ്റപ്പെടുത്തിയിരുന്നത് എനിക്കറിയില്ലെന്നാണ് കിച്ചുവിൻ്റെ പ്രതികരണത്തിന്, കിച്ചുവിൻ്റെ വെളിപ്പെടുത്തലിന് രേണു നൽകിയിരിക്കുന്ന മറുപടി. FBയിലെ പോസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് ആരാണ് എവിടെയാണ് പ്രശ്നം ഉണ്ടാക്കിയതെന്നാണ് രേണു പറയുന്നത്. എന്നെ എപ്പോഴും സ്നേഹിക്കുന്ന ഒരുപാട് നല്ല ആളുകൾ ഉണ്ട് എന്നും അറിഞ്ഞതിൽ സന്തോഷമെന്നും രേണു പറഞ്ഞു. എൻ്റെ ലൈഫിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. മിനിഞ്ഞാന്നാണ് എന്നെ കോണ്ടാക്ട് ചെയ്ത മകൻ. ആവശ്യമുള്ളതൊക്കെ ഞാൻ അവന് കൊടുക്കാറുണ്ട്. പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ലെന്നാണ് രേണു പറഞ്ഞത്. കൺഫ്യൂഷനിലാണ് എന്നും സുധിച്ചേട്ടൻ വരുന്നതിന് മുമ്പും ശേഷവുമുള്ള എൻ്റെ ലൈഫ് സ്റ്റോറി പറഞ്ഞ് അത് കഴിഞ്ഞാൽ ഈ പറയുന്ന വിമർശനങ്ങളൊന്നും ഉണ്ടാകില്ല, തന്നെ ഇത്തരത്തിൽ ടാർഗറ്റ് ചെയ്യരുത് എന്നൊക്കെയാണ് രേണു പറഞ്ഞു വയ്ക്കുന്നത്.